ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. FC ബാഴ്സലോണയുടെ സൂപ്പർ താരമായ റോബർട്ട് ലെവൻഡോസ്കിയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മറിലാണ് അവസാനിക്കുക. ഈ കോൺട്രാക്റ്റ് ബാഴ്സ പുതുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും വന്നിരുന്നില്ല. ബാഴ്സ പുതുക്കാനാണ് സാധ്യത എന്ന റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോഴിത് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ലെവൻഡോസ്കിയുടെ കോൺട്രാക്റ്റിൽ ഒരു ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ കിടപ്പുണ്ട്. ഈ സീസണിലെ 55% മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കപ്പെടും, ഒരു വർഷത്തേക്ക് നീട്ടപ്പെടും എന്നുള്ളതാണ്. അതിപ്പോൾ സാധ്യമായിട്ടുണ്ട് എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ലാസ് പാൽമസിനെതിരെയുള്ള മത്സരത്തിൽ പങ്കെടുത്തതോടുകൂടി അത് സാധ്യമായിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് കൂടി റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സയിൽ തുടരും എന്നാണ് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം അവർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ലെവൻഡോസ്കിയുടെ കോൺട്രാക്റ്റ് പുതുക്കപ്പെടുന്നത് കൊണ്ട് തന്നെ മറ്റൊരു സ്ട്രൈക്കറെ ബാഴ്സ കൊണ്ടുവരാൻ സാധ്യത കുറവാണ് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും 2 സ്ട്രൈക്കർമാരെയായിരുന്നു FC ബാഴ്സലോണ പരിഗണിച്ചിരുന്നത്. വിക്ടർ ഗ്യോക്കേഴ്സ് അതുപോലെ തന്നെ അലക്സാണ്ടർ ഇസാക്ക് എന്നിവരെയായിരുന്നു ബാഴ്സ പരിഗണിച്ചിരുന്നത്. പക്ഷേ ഈ 2 പേർക്കും വലിയ തുക മുടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എത്താനുള്ള സാധ്യത കുറവാണ്. അതേസമയം ഏർലിംഗ് ഹാലൻഡിൽ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയുമായി കോൺട്രാക്റ്റ് പുതുക്കി. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രൈക്കർ ഇനി എത്താനുള്ള സാധ്യത കുറവാണ്. പകരം ഒരു ലെഫ്റ്റ് വിങ്ങറെ കൊണ്ടുവരാനായിരിക്കും ബാഴ്സലോണ ശ്രമിക്കുക എന്നാണ് സ്പോർട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലൂയിസ് ഡയസ്, റഫേൽ ലിയാവോ ഈ 2 താരങ്ങളുടെയും പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അത് സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും ഒരു സ്ട്രൈക്കർ വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ബാഴ്സക്ക് ഒരു സ്ട്രൈക്കറെ ആവശ്യമുണ്ട് എന്നാണ് അവരുടെ ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ലെവൻഡോസ്കി ഗോൾ അടിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അദ്ദേഹം ഒരുപാട് അവസരങ്ങൾ പാഴാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫെറാൻ ടോറസ് സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. ഒരുപാട് അവസരങ്ങൾ അദ്ദേഹവും പാഴാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി ഫിനിഷ് ചെയ്യുന്ന, ഗോൾ അടിക്കുന്ന ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ബാഴ്സ ആരാധകർ ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.